ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും ശാരിയ നിയമം കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കുറെ സുഡാപ്പികളും അതുപോലെ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങൾക്കും വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ താലിബാന്റെ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് അശ്വിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ചാനലിന്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പലരും പറയുന്നത് ഒരാഴ്ചയായിട്ട് മുസ്ലിങ്ങൾക്ക് എതിരായിട്ടൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. സക്കീർ നായിക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് എതിരല്ല, അദ്ദേഹത്തിന് എതിരായിട്ടാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ആൾക്കാരെല്ലാം തന്നെ സക്കീർ നായിക്കിനെ എല്ലാം സപ്പോർട്ട് ചെയ്ത് സക്കീർ നായിക് പുണ്യാളനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തു. അതായത് അദ്ദേഹം എന്തെല്ലാം തെറ്റുകളാണ് ചെയ്തതെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹമാസ് പോലെയുള്ള ഭീകരവാദ സംഘടനയെ കുറിച്ചെല്ലാം നമ്മൾ സെപ്പറേറ്റ് കുറേ വീഡിയോസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം തന്നെ മുസ്ലിങ്ങൾക്കെതിരല്ല, അതായത് ഇതിൽ മുസ്ലിം എന്ന പേര് പറഞ്ഞുകൊണ്ട് പലരും ഈ തട്ടിപ്പ് നടത്തുന്ന അവർക്ക് എതിരെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ന് താലിബാൻ എന്താണ് പുതിയ നിയമം കൊണ്ടുവന്നേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ പുറത്തിറങ്ങി. അപ്പോൾ ആ ഡേറ്റ പുറത്തിറങ്ങിയപ്പോൾ തന്നെ പലരും ചർച്ച ചെയ്താണ്, അതായത് ഫ്രീഡം ഇൻഡെക്സ്, അതായത് പ്രസിന്റെ ഫ്രീഡം അതുപോലെ തന്നെ ആൾക്കാരുടെ ഫ്രീഡം ഒക്കെ കൂടിയുള്ള ഇൻഡെക്സ്. ഈ ഒരു ഇൻഡെക്സ് വന്നപ്പോൾ 120 രാജ്യങ്ങളിൽ 117ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിന് മുൻപിലാണ് അതായത് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഉള്ളത്. അതായത് അഫ്ഗാനിസ്ഥാനിലെല്ലാം തന്നെ ഇന്ത്യനെക്കാട്ടിലും ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഇൻഡെക്സ് പുറത്തിറക്കിയത്. എന്നാൽ അവരുടെ മുഖത്ത് കരിവാരി തേക്കുന്ന പോലെയാണ് ഇപ്പോൾ താലിബാന്റെ പുതിയ നിയമം ഉള്ളത്. എന്താണ് പുതിയ നിയമം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സ്ത്രീകൾ ഇനി അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇനി സ്ത്രീകൾ മുഖത്ത് അതായത് ഫുള്ളായിട്ടും കവർ ചെയ്ത് 1 ഇഞ്ച് പോലും അവരുടെ അതായത് ഡ്രസ്സിന്ന് പുറത്ത് അതായത് സ്കിന്ന് കാണുന്ന വിധത്തിൽ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായ ശിക്ഷയായിരിക്കും വിധിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇനി സ്ത്രീകൾ തനിച്ച് പുറത്തിറങ്ങുകയാണ്, അതായത് ഇപ്പോൾ മെയിൽ കമ്പാനിയിൽ നിന്നും ഇല്ലാതെ തനിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അവർക്കും കഠിന ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ സ്ത്രീകളെ അതായത് വോയിസ് ബാൻ ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഒരു നാട്ടിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വിധി പോലെയാണ്. അതായത് സ്ത്രീകൾ ഇനി ആ രാജ്യത്തെ TV-യിലോ സിനിമയിലോ അല്ലെങ്കിൽ മറ്റ് എന്റർടൈൻമെന്റ് പർപ്പസിലുള്ള ഒരു കാര്യത്തിലും പങ്കെടുക്കാൻ പാടില്ല. അതുമാത്രമല്ല പബ്ലിക്കിൽ പോലും അതായത് ലിമിറ്റഡ് ഫ്രീഡം മാത്രമോ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം തെറ്റിക്കുകയാണെങ്കിൽ താലിബാൻ ആൾക്കാരുടെ സ്വഭാവം എന്താണെന്നറിയാലോ, അതായത് കൊന്നുകളയും എന്ന് പറയുന്ന ഭീഷണിയുമുണ്ട്. അപ്പോൾ ഇതിനെ മറ്റ് രാജ്യങ്ങൾ അതായത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇന്ത്യനെക്കാട്ടിലും പൂന്തോട്ടമാന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനെ വാഴ്ത്തുന്ന അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് ഹൈലി കണ്ടംപ്റ്റാന്നൊക്കെ പറഞ്ഞ് അവരവരുടെ പ്രതിഷേധമെല്ലാം അറിയിച്ചു. എന്നാലും ഞാനിവിടെ ഉറച്ചു പറയുകയാണ്, അതായത് ഈ വർഷത്തെ ഇൻഡെക്സ് വരുമ്പോഴും അഫ്ഗാനിസ്ഥാൻ നമ്മളെക്കാട്ടിലും മേലെയായിരിക്കും. കാരണം ഇന്ത്യ വളരുന്നതും ഇന്ത്യ ഗ്ലോബൽ സൗത്തായി മുന്നേറുന്നതെന്ന് തന്നെ ഈ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യനെ മനഃപൂർവ്വം താഴെക്കെട്ടാനോ ശ്രമിക്കുള്ളൂ. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഇൻഡെക്സും ഹങ്കർ ഇൻഡെക്സ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ നിയമത്തിനെ കുറിച്ചെല്ലാം നിങ്ങൾ എന്താണ് വിചാരിക്കുക? കമന്റ് ബോക്സിൽ